അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ ആദ്യ ജിൻഡാൽ ഡെർബിയിൽ ബംഗളൂരു എഫ് സിക്ക് വിജയം. പാർ ജിൻഡാലിനും സംഘത്തിനും വിജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു ബംഗളൂരു എഫ് സി ഹൈദരാബാദിനെ തകർത്തു വിട്ടത്. ഈ സ്റ്റാറ്റിൽ 3 ഗോൾ എന്നൊക്കെ പറയുമ്പോൾ അത്രയപക്ഷീയമായിരുന്നു മത്സരം എന്ന് പറയാൻ പറ്റില്ല. ഹൈദരാബാദിന്റെ നിലവിലെ സ്കോഡിന്റെ അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം പൊരുതി തന്നെയാണ് അവർ പരാജയപ്പെട്ടത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ രാഹുൽ ബേക്കയുടെ ഒരു ഗോളിൽ കൂടിയാണ് ബംഗളൂരു ലീഡ് എടുത്തത്. രാഹുൽ ബേക്കയുടെ ഗോൾ നമ്മുടെ ഹൈദരാബാദിന്റെ പ്രതിരോധ ലൈന്, ഡിഫൻസീവ് ലൈന് പറ്റിയ ഒരു ചെറിയ എററാണ്. വിനീത് വെങ്കടേഷ് ഉയർത്തിവിട്ട കോർണർക്ക് രാഹുൽ ബേക്കയുടെ കാലിന്റെ ഭാഗത്തേക്ക് വന്നു. അദ്ദേഹം അത് ഫിനിഷ് ചെയ്തു. അങ്ങനെ തുടക്കത്തിൽ തന്നെ അവർക്ക് ഗോൾ നേടാൻ കഴിഞ്ഞു. പിന്നെ 85ാമത്തെ മിനിറ്റിൽ സുനിൽ ഛേത്രി ഒരു പെനാൽറ്റി സ്പോട്ട് കിക്കിലൂടെ അവരുടെ ലീഡ് ഉയർത്തി. അതിനുശേഷം ഇഞ്ചുറി ടൈമിന്റെ അവസാനം 94ാമത്തെ മിനിറ്റിൽ ഛേത്രി മറ്റൊരു ഗോളും കൂടി നേടി 4 ഗോളുകൾ നേടുകയായിരുന്നു. മത്സരത്തിലെ മറ്റ് സ്റ്റാറ്റുകൾ നോക്കുകയാണെങ്കിൽ ബംഗളൂരു 14 ഷോട്ടുകൾ ഉതിർത്തപ്പോൾ 10 മാത്രമാണ് ഹൈദരാബാദിന് എതിർക്കാൻ കഴിഞ്ഞത്. ആദ്യം ദേവേന്ദ്ര ഒരു സുവർണാവസരം തുളച്ചു കളഞ്ഞു. അല്ലെങ്കിൽ മത്സരത്തിന്റെ ഗതി മറ്റൊന്നായി മാറിയേനെ. ഓൺ ടാർജറ്റിലേക്ക് ബംഗളൂരു 4 അടിച്ചു. ഹൈദരാബാദിന് ഒന്നുപോലും ഉതിർക്കാൻ കഴിഞ്ഞില്ല. ബോൾ പൊസിഷൻ 74% ബംഗളൂരുവിന് തന്നെയായിരുന്നു. 76% മാത്രമായിരുന്നു ഹൈദരാബാദിന്. 595 പാസുകൾ ബംഗളൂരു കംപ്ലീറ്റ് ചെയ്തതും ഹൈദരാബാദിന് ആകെ 221 പാസുകൾ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. പാസിംഗ് ആക്യുറസിയുടെ കാര്യത്തിലും ബംഗളൂരു മുന്നിൽ തന്നെ നിന്നതാണ്. മത്സരത്തിൽ മറ്റ് കണക്കുകളൊക്കെ നോക്കുമ്പോൾ, അതായത് സ്റ്റാറ്റുകൾ നോക്കുമ്പോൾ ബംഗളൂരു വളരെ മുന്നിലാണ്. ഹൈദരാബാദ് അത്ര നല്ല പ്രകടനം കാഴ്ചവെച്ചു എന്നൊന്നും പറയില്ല. അവരുടെ നിലവിലെ സ്കോഡിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഭേദപ്പെട്ട ഒരു പ്രകടനം ഹൈദരാബാദ് കാഴ്ചവെച്ചു. കഴിഞ്ഞ സീസണിൽ അവർക്ക് ആകെ ഒരു വിജയം മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം കാര്യമായിട്ട് സൈനികളൊന്നും ഹൈദരാബാദിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ജിൻഡാൽ ഗ്രൂപ്പ് ഏറ്റെടുത്തതോടുകൂടി ക്ലബ്ബ് നന്നാവും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഇത് തുടക്കം ഒന്ന് മങ്ങുന്നേ ഉള്ളൂ. ഹൈദരാബാദ് കയറി വരും. ജനുവരി ട്രാൻസ്ഫർ